എല്ലാ വീട്ടിലും പിള്ളേരാണ് കാര്യം ഓടിക്കുന്നത്, അവിടെ ഓടിക്കും, ഇവിടെ ഓടിക്കാൻ. ഇവിടെ ഞാൻ അമ്മയെ നോക്കേണ്ട അവസ്ഥയാണ്. കൂറക്കൂലത്തിൽ നിൽക്കുകയായിരുന്നു. Hey guys, welcome back to my channel കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ ഉറക്കം എണീറ്റിട്ടുണ്ട്. ഉറക്കം എണീറ്റാൽ കുറച്ച് നേരത്തേന് എൻ്റെ തൊണ്ട ഇങ്ങനെ ഒച്ച അടങ്ങിയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? എൻ്റെ ഒച്ച ഇങ്ങനെ കുറേ നേരത്തേന് അടഞ്ഞിരിക്കും. അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റു. ഇപ്പോൾ 7 ആകാൻ പോകുന്നതേ ഉള്ളൂ. വേറൊന്നുമല്ല, പാറക്കുട്ടിക്ക് SPC ഉണ്ട്. സോ അതുകൊണ്ട് പാറക്കുട്ടി എന്നെ വിളിച്ചുണർത്തി. പക്ഷെ എനിക്ക് ഉറക്കം മതിയായിട്ടില്ല, നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ആദ്യമേ ജസ്റ്റ് ബ്രഷ്, കുളിക്കുക, ഇതൊക്കെയാണ് ഫസ്റ്റ് പരിപാടിയായിട്ട് ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കണം. കാരണം എനിക്ക് ഉറക്കം മാറണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുളിക്കണം. അപ്പോൾ വായോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ മടി പിടിച്ച് നിൽക്കുമ്പോഴും ഉറക്കം തൂങ്ങി നിൽക്കുമ്പോഴും ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിട്ട് മാറുമെന്ന് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയാണ് ഞാൻ ഈ നിൽക്കുന്നത് കേട്ടാ. കാരണം പല ട്വിസ്റ്റും നടന്ന ദിവസമാണ് ഇന്ന്. കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. പാറക്കുട്ടിക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. സോ ഞാൻ വിചാരിച്ചു ബ്രെഡ്, പീനട്ട് ബട്ടർ ഉണ്ട്, വീറ്റ് ബ്രെഡാണ്. വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും കൂടി പെട്ടെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. സെക്കൻഡ് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒന്നും വേണ്ട. ഇവളെന്താണ് ഇവിടെ കിടന്ന് കഥകളി കാണിക്കുന്നതെന്നില്ലേ? കട്ടക്കളി എല്ലാം ജീവിച്ച് പോണ്ടേ. പാറുവിന് ബ്രെഡിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മുട്ടയും കൂടി കൊടുക്കണമെന്നുണ്ട്. അപ്പം ഞാൻ അവളോട് പറയാണ്ട്, ഞാൻ വീഡിയോയിൽ പറയാണ്ട് പെട്ടെന്ന് തന്നെ 2-3 കാടമുട്ട എടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ട് ചെറിയ പാത്രത്തിൽ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ കിടന്ന് തിളയ്ക്കുന്ന തിള കണ്ടോ, അതാണ് കടമുട്ട. ആ സമയം കൊണ്ട് ഞാൻ ബ്രെഡിൽ പീനട്ട് ബട്ടറൊക്കെ തേച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാറക്കുട്ടിക്ക്. പക്ഷെ എങ്ങനെയെങ്കിലും ഞാനിത് കഴിപ്പിച്ചെടുക്കും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണെന്ന് സ്കൂളിൽ നിന്ന് മെസ്സേജ് ഇടാറുണ്ട് എന്നും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ലൈറ്റായിട്ട് കൊടുത്തിട്ടേ വിടാവൂന്ന്. കാരണം പ്രാക്ടീസ് ഉള്ളതല്ലേ, അവിടെ ചെന്ന് തലയിറങ്ങി വീണാൽ എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പാറക്കുട്ടിയുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അവർക്ക് ബേബി ഹെയർ ഒന്ന് ഫ്രണ്ടിലോട്ട് വരാൻ പാടില്ല. പിന്നെ ബൺ ചെയ്ത് വേണം കെട്ടാനായിട്ട്. അപ്പോൾ പാറക്കുട്ടിക്ക് അത്ര വശമല്ല ബൺ ചെയ്ത് കെട്ടാൻ. പോണിറ്റെയിൽ ഇത് ഈ കാണുന്ന പ്രോസസ്സൊക്കെ അവൾ ചെയ്യും. ഇതുണ്ടല്ലോ, ഈ ഒരു നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പിൻ ചെയ്ത് ഹെയർ പിന്നൊക്കെ ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കണം. ബേബി ഹെയർസ് ഒന്നും ഫ്രണ്ടിലേക്ക് വരാൻ പാടില്ല, ഹെയർ ലൂസ് ആവാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ഹെയർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹെയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓടി കിച്ചണിലോട്ട് പോയി കേട്ടോ. കാരണം നമ്മുടെ മുട്ട വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ പൊളിച്ച് ബ്രെഡും കൂടി സെറ്റാക്കി അവളെ കൊണ്ട് ഇനി കഴിപ്പിക്കണം. അത് ഇച്ചിരി വലിയ ടാസ്ക്കാണ്, എന്നാലും കഴിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം പാറക്കുട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് നമ്മുടെ ടംബ്ലറിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പോയൊന്ന് മേലെ എഴുകി, കാരണം പാറക്കുട്ടി ആക്കണം. ഞാൻ നൈറ്റ് ആക്കിയിട്ട് കൂറക്കൂലത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മേലെ എഴുതി. പാറക്കുട്ടി അവിടെ ഷൂസ് ഇടുന്ന തിരക്കിലാണ്. ഇപ്പോൾ 7:30 തുടങ്ങി 9:30 ആകുമ്പോൾ തീരും കേട്ടാ. ഒരു 2 hours ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 12 മണിയാണ്. ഇന്ന് എന്തോ PSC എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് നേരത്തെ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊണ്ടാക്കിയിട്ട് വരാം. പാറക്കുട്ടിയുടെ ഷൂലേസ് കെട്ടി കൊടുക്കുന്ന തിരക്കിലാണ്. അതിനിടയിൽ കുറേ കൊച്ചു വർത്താനങ്ങൾ പാറക്കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്കൂളിലെ വിശേഷങ്ങളും അങ്ങോട്ട് പോകുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ചടപടേയും ചാടി കുതിച്ചിറങ്ങുവാണ്. നമുക്ക് കുശലം പറയണമെന്ന് വെച്ചിട്ട് ടൈം അതിനനുസരിച്ച് നിൽക്കില്ലല്ലോ. ഈ പോകുന്നത് പാറക്കുട്ടി SPCക്ക് കൊണ്ടുവന്ന് ആക്കാൻ പോകുന്ന പോക്കല്ല കേട്ടോ. പാറക്കുട്ടി SPC ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തളർന്ന് കിടക്കുന്ന എന്നെയാണ് കണ്ടത്. അപ്പം തന്നെ വാ അമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. നമ്മൾ നേരെ പേരൂർക്കട ഹോസ്പിറ്റലാണ് പോയത്. ഹോസ്പിറ്റലിനകത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. ഓട്ടോയ്ക്ക് സ്പീഡ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ കണ്ടോ, കാലിൻ്റെ ഒരു ഭാഗത്ത്
നീരിങ്ങനെ ബൾജ് ചെയ്ത് വരുന്നുണ്ട്. കാല് ഭയങ്കര വേദന, സഹിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ എന്തായാലും വേദനയെല്ലാം ഒന്ന് ഡോക്ടറെ കണ്ടേക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. ഓരോ ടൈം കഴിയുന്തോറും വേദനയും നീരും കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് പാറക്കുട്ടി ക്യൂവിലൊക്കെ നിൽക്കുന്നുണ്ട്. ഡോക്ടറെ കാണാനായിട്ട് നല്ല തിരക്കായിരുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിഗമെന്റ് വലിഞ്ഞതാവാനാണ് സാധ്യത, നമുക്ക് ഒരു 15 ദിവസത്തേന് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഓണമാണ്, സീസൺ ടൈമാണ്, എനിക്ക് വർക്കിന് പോയേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച ഇട്ടാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആലോചിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു വാ ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ, നോക്കിയതിന് ശേഷം പറയാം എന്താണെന്ന് വെച്ചാൽ എന്ന്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് പെർമനൻ്റ് ആയിട്ടുള്ള നോർമൽ പ്ലാസ്റ്റർ അല്ല, ജസ്റ്റ് ഒരു പ്ലാസ്റ്റർ ഇട്ട് വിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്ലാസ്റ്റർ പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. പാവം കേട്ട പാറക്കുട്ടി എൻ്റെ കൂടെ എല്ലാത്തിനും നിപ്പുണ്ടായിരുന്നു. അമ്മ അവിടെ വേദനിക്കുന്നുണ്ടോ, ഇവിടെ വേദനിക്കുന്നുണ്ടോ, ഞാൻ പിടിക്കുമ്പോൾ വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുമാത്രമല്ല എല്ലാത്തിനും കണ്ടോ ഓടി നടന്ന് എൻ്റെ ചുറ്റിനും നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് തോന്നാറുണ്ട് പാറക്കുട്ടിയുടെ കാര്യത്തിൽ. എനിക്ക് എന്തെങ്കിലും വയ്യാതായി അവൾ എൻ്റെ ചുറ്റിനും തന്നെ എപ്പോഴും നിൽക്കും. പിന്നെ എന്നെ എപ്പോഴും ചീത്ത പറയും കേട്ടോ, വാ അമ്മ ആശുപത്രി പോവാം, എന്തിനിങ്ങനെ കിടക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവളുടെ നിർബന്ധപ്രകാരമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആശുപത്രിയിലോട്ട് വന്നത്. 2 ദിവസം കഴിയുമ്പോൾ കാല് ശരിയായിക്കോളും എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. സംഭവം എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? നമ്മുടെ കഥ കേൾക്കണ്ടേ എങ്ങനെയാണ് വീണതെന്ന്. ജസ്റ്റ് ഡോർ അടച്ചിട്ട് ഡോറിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ചെറിയ 2 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പിലേക്ക് നിന്നുകൊണ്ട് ഞാൻ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഡോറ് ക്ലോസ് ചെയ്തിട്ട് തിരിഞ്ഞതും ഞാൻ സ്റ്റെപ്പിൽ നോക്കാണ്ട് തിരിഞ്ഞപ്പോൾ എൻ്റെ കാല് മടുത്തു എന്ന് പറയും നമ്മളിവിടെ. അതായത് കാല് ജസ്റ്റ് ഒന്ന് മടങ്ങിയപ്പോൾ എൻ്റെ ബാലൻസ് തെറ്റി ഞാൻ ആ മടങ്ങിയ വശത്തേക്ക് മറിഞ്ഞ് വീഴുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ മടങ്ങിയ വശത്തേക്ക് മറിഞ്ഞ് വീണപ്പോൾ കാല് അത്രത്തോളം അങ്ങ് മടങ്ങിപ്പോയി. എനിക്ക് എണീക്കാനേ പറ്റുന്നില്ല. ചക്ക വെട്ടിയിട്ടാണ് ഓരോ ഒച്ച വീഴലായിരുന്നു. വെയിറ്റ് കുറച്ചൊന്നും അല്ലല്ലോ. അപ്പം മറിഞ്ഞ് വീണ ഭാഗത്ത് അങ്ങനെ ഒരു കിട ഞാനങ്ങ് കിടന്നു. ഒരു 10 മിനിറ്റെങ്കിലും എടുത്തു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എങ്ങനെയൊക്കെയോ വല്ല വിധേന റൂമിലെത്തി ആ കിടപ്പ് കിടക്കുമായിരുന്നു പാറു വരുന്നത് വരെ കേട്ടോ. അപ്പോൾ എൻ്റെ കാലൊടിഞ്ഞതിൻ്റെ കഥ എന്തായാലും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെ വീടെത്തി. കാലിതേ നല്ല നദിയിലുണ്ട്, അവിയലും കിച്ചടി. ഈ കൊച്ചൻ്റെ തീറ്റ കാണാതെ കിടക്കുവാണോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് പുറത്തുനിന്ന് ഊണ് വാങ്ങിക്കുമ്പോഴത്തേനെ അവിയലും കിച്ചടിയും തോരനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇച്ചിരി പൊരിച്ച മീനും കൂടെ ഉണ്ടെങ്കിൽ അന്തസ്. കാലൊടിഞ്ഞാലും നമുക്ക് കഴിപ്പ് കുറയ്ക്കാൻ പാടില്ലല്ലോ, ആരോഗ്യം മുഖ്യം ബിഗിളേ. അപ്പം ഞാൻ എല്ലാ കറികളും കൂടെ കൂട്ടി ചോറ് നല്ല അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചേട്ടാ. പാറുവിൻ്റെ അടുത്ത് കഴിക്കാൻ വരുന്നുണ്ടോ വായോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പാറു SPCക്ക് പോയതിൻ്റെ ക്ഷീണത്തിൽ അവിടെ കയറി കിടക്കുവാണേ. എല്ലാ വീട്ടിലും പിള്ളേരാണ് കാര്യം ഓടിക്കുന്നത്, അവിടെ ഓടിക്കും ഇവിടെ ഓടിക്കും. ഇവിടെയൊക്കെ അമ്മയെ നോക്കേണ്ട അവസ്ഥയുള്ളൂ. എങ്ങനെ ഇരിക്കുന്നു പാറുവിൻ്റെ ഡയലോഗ് എങ്ങനെയുണ്ട്? കുട്ടികളൊക്കെ വല്ലാണ്ടങ്ങ് വളർന്നു പോയല്ലേ. അപ്പം എന്തായാലും ഞാനൊരു ഗുളിയൊക്കെ കഴിച്ച് സുഖമായിട്ടൊരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കണമെങ്കിലും എൻ്റെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഇടാം. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പ്ലാസ്റ്ററൊക്കെ മാറ്റി സുഖമായിട്ട് പഴയതുപോലെ ഓടിച്ചാടി നടക്കാമല്ലോ എന്നൊക്കെയാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാരമില്ല, ശനിയും ഞായറും കൂടെ കൂട്ടിയിട്ട് വരുമ്പോഴത്തേന് ഒരാഴ്ച 3-4 ദിവസം കൊണ്ട് അങ്ങ് തീരും, പെട്ടെന്ന് തന്നെ പോവാം, ജോലിക്ക് കയറാം എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേ പാറക്കുട്ടി ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കുടിച്ചിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. കാരണം നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ വിഷമത്തിലും പിന്നെ ഉറങ്ങി എണീച്ചപ്പോഴത്തേനും എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനായി ഗൈസ്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ക്രാഫ്റ്റ് പരിപാടി ചെയ്യാമെന്ന് കരുതി. വേറെ ഒന്നുമില്ല, കണ്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങനെയല്ല അമ്മ കളർ ചെയ്യാനുള്ളത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പാറക്കുടി ഇത് കളറൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ടോ പാറക്കുടിയുടെ കയ്യിലിരിക്കുന്നില്ലേ ബോട്ടിൽ, അത് ഞാൻ റീസെൻ്റ് ആയിട്ട് മീഷോന്ന് വാങ്ങിച്ചതാണ്. 500 ml ബോട്ടിലാണ് ഇത്തവണ വാങ്ങിച്ചത് കേട്ടോ. പിങ്ക് ആൻഡ് ബ്ലൂ ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ
നോർമൽ വെള്ളയിൽ അപ്പോൾ ആ ബോട്ടിലിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റ് പരിപാടി ചെയ്യുന്നത് കേട്ടോ. പാറുവിൻ്റെ ഉപദേശപ്രകാരം പാറുവിൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ ഓരോന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ച് അമ്മ കാലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അമ്മ മാത്രമല്ല കുറേ പേര് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാലിനെന്ത് പറ്റി എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പല കളേഴ്സിലായിട്ട് ഞാനിങ്ങനെ മേഘത്തിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പടം വരയ്ക്കില്ലേ, പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ മേഘം, അത് തന്നെ സാധനം. ആ മേഘത്തിൻ്റെ ഷേപ്പിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പല കളേഴ്സിലായിട്ട് വരച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി കേസ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈനിൽ ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചാലും മതി. ഇത് ഞാനിപ്പോൾ ചുമ്മാ ഇരിക്കുമല്ലേ എന്ന് വെച്ചിട്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ദേ കണ്ടോ, മേഘങ്ങൾ റെഡി. ഇനി നമ്മൾ പേരും കൂടി എഴുതി കഴിഞ്ഞാൽ ദേ കണ്ടോ സെറ്റായിട്ടുണ്ട്. പാർക്കുട്ടിയുടെ കളർ പെൻസിൽസൊക്കെയാണ് ഞാൻ എടുത്ത് വരച്ചിട്ടുണ്ടായിരുന്നത്. അത് തിരിച്ച് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ അവൾ എന്നെ വെട്ടും. അപ്പം ഞാൻ അതിനകത്ത് കറക്റ്റായിട്ട് അടുക്കി പറക്കി തിരിച്ച് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ബോട്ടിലോട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ബോട്ടിൽ ഞാൻ ഓൾറെഡി ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 വർഷത്തിന് മുമ്പ് കേട്ടോ. നല്ല ക്വാളിറ്റിയും നല്ല അടിപൊളി സാധനമാണ്. എനിക്ക് ഈ സ്ക്വയർ ടൈപ്പിലെ ഗ്ലാസ് ടേബിൾ മൊത്തത്തിൽ പോയി ഗൈസ്. ടേബിളല്ല, ബോട്ടിൽസിനോട് കണ്ടെയ്നേഴ്സിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ മാറ്റിയിട്ട് അതിന് പകരം ഗ്ലാസ് ബോട്ടിൽസ് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് 500 ml ഒരു 6 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ എമൗണ്ട് ഒരു 500-നകത്ത് അങ്ങനെ ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി കണ്ടു ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് ഇപ്പോൾ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ പൊടി ഐറ്റംസ് ഉണ്ടല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ചിക്കൻ മസാല, ബീഫ് മസാല, അങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം ഞാൻ ഈ 500 ml ബോട്ടിലോട്ട് ആക്കാമെന്ന് കരുതിയിട്ടാണ്. ഇനി ഇതിലേക്ക് വെക്കാനായിട്ട് എനിക്ക് സ്പൂൺസ് വാങ്ങിക്കണം. കാരണം എൻ്റെ അടുത്ത് ചെറിയ ലെങ്ത് കുറഞ്ഞ സ്പൂൺസ് ഇല്ല. അപ്പോൾ സ്പൂണുകൾ വാങ്ങിക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കഴിഞ്ഞ് ഞാൻ സാമ്പാർ പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും അതായത് പേരെഴുതി വെച്ചിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഞാൻ പിന്നെ തുറന്ന് മണപ്പിച്ചൊക്കെ നോക്കിയിട്ട് വേണം എടുക്കേണ്ടത്. അപ്പോൾ പേരെഴുതി വെക്കുകയാണെങ്കിൽ സാമ്പാർ പൊടിയും ചിക്കൻ മസാലയൊക്കെ ഉണ്ടല്ലോ, കാണുമ്പോൾ ലുക്ക് വൈസ് ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മണത്ത് നോക്കി ഞാൻ അവിടെ കിടന്ന് തുമ്മി മരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ജസ്റ്റ് എഴുതി ഒട്ടിച്ചത്. ഞാൻ എന്തായാലും ഓൺലൈനിൽ നിന്നായിട്ട് സ്റ്റിക്കേഴ്സ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതേ കണ്ടോ, ഏകദേശം വൃത്തിയായെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ബോട്ടിൽ കാണാൻ ക്യൂട്ട് കേട്ടോ, പൊളി. ബോട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ബോട്ടിൽ സെറ്റിങ്. ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണേ. അത് മാത്രമല്ല, ബോട്ടിലിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് ലിങ്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ. അത് കുറച്ചധികം ദിവസമായിട്ട് തുണികൾ അലക്കി കൊണ്ടുവന്ന് ഇടുന്നതല്ലാണ്ട് തുണികൾ മടക്കി വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനിവിടെ ഇരിക്കുവാണല്ലോ, അപ്പോൾ തുണികളൊന്ന് മടക്കി വെക്കാമെന്ന് കരുതി കേട്ടോ. ഒരുപാട് തുണികളുണ്ടായിരുന്നു, പക്ഷെ വളരെ കുറച്ച് മാത്രമേ ഞാൻ മടക്കി വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ചില്ലി ഗോപി ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.